നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബിന്ദുവിന് കണ്ണീരോടെ വിട നൽകി നാട്. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഉറ്റവരും ഉടയവരും അടക്കം നിരവധി പേരാണ് ബിന്ദുവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. ബിന്ദുവിന്റെ മരണം. ആരോഗ്യമന്ത്രിക്കെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ തെരുവിലിറങ്ങി. തലസ്ഥാനത്ത് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് വിവിധ സംഘടനകളുടെ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേരളത്തിൽ വീണ്ടും നിപ്പ. പാലക്കാട് സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുമായി സമ്പർക്കമുണ്ടായവരോട് നിരീക്ഷണത്തിൽ പോകാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ഗവർണറുടെ അധികാരവും അധികാരപരിധികളും ഇനി സംസ്ഥാനത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ പഠിക്കും. ഭാരതമാതാവിനെ പതാകയേന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരമെന്ന് ഹൈക്കോടതി. വാർത്തകൾ വിശദമായി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് മരണപ്പെട്ട തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന് കണ്ണീരോടെ വിട നൽകി നാട്. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഉറ്റവരും ഉടയവരുമടക്കം നിരവധി പേരാണ് ബിന്ദുവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. അമ്മയുടെ വിയോഗത്തിന്റെ ഞെട്ടലിൽ വിറങ്ങലിച്ചിരിക്കുന്ന മകൾ നവമിയെയും അലമുറയിട്ട് കരഞ്ഞ മകൻ നവനീതിനെയും ആശ്വസിപ്പിക്കാനാകാതെ പലർക്കും നിസ്സഹായരാകേണ്ടി വന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, ചാണ്ടി ഉമ്മൻ MLA എന്നിവർ വീട്ടിലെത്തി ബിന്ദുവിന്റെ ഭർത്താവ് വിഷ്ണുധനെയും അമ്മ സീതാലക്ഷ്മിയെയും കണ്ടു. മകൾ നവമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെത്തിയ ബിന്ദു കഴിഞ്ഞ ദിവസമാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. രാവിലെ കുളിക്കാനായാണ് ബിന്ദു കെട്ടിടത്തിന്റെ 3ാം നിലയിലെ ശുചിമുറിയിലേക്ക് പോയത്. അപ്പോഴായിരുന്നു അപകടം. ബിന്ദുവിനെ പുറത്തെടുക്കുമ്പോൾ തന്നെ ജീവനറ്റ നിലയിലായിരുന്നുവെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. ബിന്ദു 2 മണിക്കൂറോളം കെട്ടിടാവശിഷ്ടത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതേസമയം ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്ന് മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. സംസ്കാര ചടങ്ങുകൾക്കായി 50,000 രൂപയും മറ്റ് ധനസഹായം മന്ത്രിസഭ ചേർന്ന് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവം നിർഭാഗ്യകരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രക്ഷാപ്രവർത്തനം നേരത്തെ തുടങ്ങിയിരുന്നുവെങ്കിൽ ബിന്ദുവിനെ ഒരുപക്ഷെ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഭർത്താവ് വിഷ്ണുധൻ രംഗത്ത് വന്നിരുന്നു. ആരെയും കുറ്റപ്പെടുത്താനില്ലെന്നും ഉണ്ടായത് കടുത്ത അനാസ്ഥയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. M5 ന്യൂസ്, കോട്ടയം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരി ബിന്ദു മരിച്ചതിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ തെരുവിലിറങ്ങി. തലസ്ഥാനത്ത് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് BJP നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തലസ്ഥാനത്ത് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് BJP നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ തൈക്കാട് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. കേരളത്തിലെ ആരോഗ്യരംഗം താറുമാറാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP മാർച്ച് സംഘടിപ്പിച്ചത്. BJP പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി മാറ്റാൻ ശ്രമിച്ചതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് എത്താൻ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ബാരിക്കേഡിനിടയിലൂടെ വരാനുള്ള നീക്കം പരാജയപ്പെട്ടതോടെ ഒടുവിൽ മുരളീധരൻ മറ്റൊരു വഴിയിലൂടെ സമരം നടക്കുന്ന സ്ഥലത്തേക്കെത്തി. പ്രതിഷേധം കണക്കിലെടുത്ത ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. ഇത് കണക്കിലെടുത്ത വിവിധ സംഘടനകൾ മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി നീങ്ങിയത്. അതേസമയം മന്ത്രി വസതിയിലില്ലായിരുന്നു. രാവിലെ 9:30 മന്ത്രി ഓഫീസിലേക്ക് പോവുകയായിരുന്നു. മഹിളാ കോൺഗ്രസും വീണ ജോർജിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പിന്നാലെ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കൊല്ലത്ത് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്ക് BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ട കുലശേഖരപതിയിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തൃശൂരിൽ യൂത്ത് ലീഗ് സമരത്തിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. മെഡിക്കൽ കോളേജ് അപകടത്തിൽ മന്ത്രിമാരായ വീണ ജോർജിനെതിരെയും VN വാസവനെതിരെയും രൂക്ഷ വിമർശനവുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്ത്. ഇരുവരും ദുരന്തത്തെ ലഘൂകരിക്കാനും വൈറ്റ് വാഷ് ചെയ്യാനുമാണ് ശ്രമിച്ചതെന്നും അതല്ലാതെ തക്ക സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ബിന്ദു മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ലെന്നും KPCC അധ്യക്ഷൻ കുറ്റപ്പെടുത്തി. രക്ഷാപ്രവർത്തനം 2.25 മണിക്കൂർ വൈകി. ഇത് കൊലപാതകം തന്നെയാണെന്നും ആരോഗ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും സണ്ണി ജോസഫ് വിമർശിച്ചു.
മെഡിക്കൽ കോളേജിൽ തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ മരണത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. ബിന്ദുവിന്റെ മരണത്തിന് കാരണമായത് മന്ത്രിമാരുടെ നിരുത്തരവാദിത്വപരമായ സമീപനമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്നും പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടു. ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്വീകരിച്ചത് നിരുത്തരവാദപരമായ സമീപനമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തുറന്നടിച്ചു. ആരോഗ്യരംഗത്തെ മന്ത്രി വെന്റിലേറ്ററിലാക്കി. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം. സംസ്ഥാനത്ത് സർക്കാരില്ലായ്മ എന്ന അവസ്ഥയാണെന്നും ആവശ്യമുള്ളപ്പോൾ മിണ്ടാതിരിക്കുക എന്ന കൗശലമാണ് സ്ഥലത്തെത്തിയ മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ആരോഗ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യല്ല. അവർ ഈ ആരോഗ്യ കേരളത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ആരോഗ്യ കേരളത്തെ അവർ വെന്റിലേറ്ററിലാക്കി. അവരുടെ PR പ്രൊപ്പഗാൻഡ മാത്രമാണ് ഉള്ളത്. കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ഇത് തന്നെയാണ് സ്ഥിതി. മരുന്നില്ല, നൂലില്ല, പഞ്ഞി പോലുമില്ല. കോടിക്കണക്കിന് രൂപയാണ് മരുന്ന് സപ്ലൈ, പരമാവധി മരുന്നുകൾ സപ്ലൈ നിർത്തിവെച്ചിരിക്കുകയാണ്. പാവപ്പെട്ടവൻ സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോൾ പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുക്കുന്നത് എവിടുത്തെ ഏർപ്പാടാണ്? പിന്നെ എന്തിനാണ് സർക്കാർ ആശുപത്രി? സർക്കാർ ആശുപത്രിയിലേക്ക് ഓപ്പറേഷന് പോകണമെങ്കിൽ സർജിക്കൽ എക്യുപ്മെൻസും പഞ്ഞിയും നൂലും തുന്നാനുള്ള നൂലും സൂചിയും മേടിച്ചുകൊണ്ട് പോകണം എന്ന് പറയുന്നത് എന്ത് പരിതാപകരമായ സ്ഥിതിയാണ്. ഇതെല്ലായിടത്തും ആവർത്തിക്കുകയാണ്. അവർ റിപ്പോർട്ട് തേടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നാൾ പറഞ്ഞു, അവർക്ക് കിട്ടുന്ന റിപ്പോർട്ട് എല്ലാം കൂടി ഒന്ന് കമ്പൈൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-8 വോള്യം വേണ്ടി വരും. അത്രമാത്രം പ്രശ്നങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വാചകവടിയല്ലാതെ, PR പ്രൊപ്പഗാൻഡ അല്ലാതെ ആരോഗ്യരംഗം എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട്. ഞങ്ങളിതെല്ലാം കഴിഞ്ഞ വർഷവും ഈ വർഷവും നിരന്തരമായി നിയമസഭയിൽ പറയുന്നതാണ്. കേരളത്തിലെ മരണനിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധികൾ, ലോകത്തുള്ള എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട്. ഇതിനെക്കുറിച്ച് പഠിക്കാനോ ഇതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാനോ ഒന്നും അവർ തയ്യാറാവുന്നില്ല. അവർക്ക് ഓരോരുത്തർ പറയുന്നത്, PR ഏജൻസി പറയുന്നത് ഏറ്റുപറയുക എന്നതിൻ്റെ അപ്പുറം ഒരു ഗവേണൻസ് എന്ന് പറയുന്നതില്ല. ഞാൻ എപ്പോഴും പറയും, ഒരു സർക്കാരില്ലായ്മ ഫീൽ ചെയ്യാണ്. സർക്കാരില്ലായ്മ അതിൻ്റെ ഏറ്റവും അന്ത്യവുമായ ഒരു ഇതാണ് ഇവിടെ ഇപ്പോൾ കണ്ടത്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കണ്ടതൊന്ന്, ഇവിടെ കണ്ടതൊന്ന്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ആശുപത്രികളുടെയും സ്ഥിതി ഇതാണ്. സിസ്റ്റവും അത് റൺ ചെയ്യേണ്ട മന്ത്രിയും തോൽവിയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. അപകടമുണ്ടായാൽ ആദ്യം മാധ്യമങ്ങളെ കാണുകയാണോ വേണ്ടത്? രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കണ്ടേ? ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രം വിശ്വസിക്കലാണോ മന്ത്രിയുടെ പണി? മന്ത്രിക്ക് ജനങ്ങളോട് ഉത്തരവാദിത്തമില്ലേ? പറ്റില്ലെങ്കിൽ മന്ത്രി രാജിവെച്ച് പോകണമെന്നും കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചു. അല്ല, അത് UDFന്റെ പൊതുവായ തീരുമാനം എന്ന് പറയുന്നത് സിസ്റ്റം ശരിക്ക് ഫെയിലിയറാണ്, സിസ്റ്റം തന്നെ ഫെയിലിയറാണ് എന്നതായിട്ട് അത് സിസ്റ്റം റൺ ചെയ്യേണ്ട മന്ത്രി ഇതിനു മുമ്പ് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ തികഞ്ഞ നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറിയത്. അതുകൊണ്ട് ഈ ഷോ റൺ ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ ആരോഗ്യമന്ത്രി രാജിവെച്ച് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അല്ലാതെ ജനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ അവരുടെ ബാക്കി ചികിത്സയും ഒക്കെ അപകടത്തിലായ ഇന്നത്തെ സ്ഥിതി തുടരാൻ പറ്റൂല എന്നുള്ളത് തന്നെയാണ് UDFന്റെ അഭിപ്രായം. കാരണം ഇന്നലത്തെ സംഭവം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ, അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ആദ്യം അവിടെ ചെന്ന് പത്രസമ്മേളനം നടത്തുകയല്ലോ. പത്രക്കാരൊക്കെ നിങ്ങളോട് സംസാരിക്കലൊക്കെ ആവശ്യമാണ്, പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് പോരെ. അവിടെ ചെയ്യേണ്ടിയിരുന്നത് വീണ് കിടക്കുന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യലാണ്. മന്ത്രിമാർ അതിന് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിന് നേതൃത്വം കൊടുത്ത് അത് നീക്കം ചെയ്ത് അതിനകത്ത് വല്ല കാരണവശാലും വല്ലവരും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ? ഇല്ല എന്ന് ഉദ്യോഗസ്ഥന്മാരോ ബന്ധപ്പെട്ടവരോ പറഞ്ഞാൽ അത് കണ്ണടച്ച് വിശ്വസിക്കലല്ല. ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികളായ മന്ത്രിമാരുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് അവിടെ ഉടനെ ഇതൊക്കെ നീക്കം ചെയ്ത് എന്തെങ്കിലും സാധ്യത ഉണ്ടോ, മനുഷ്യജീവൻ അപകടത്തിലാകുന്ന സാഹചര്യം ഉണ്ടോ നോക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് ചാണ്ടിയുമ്മയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെ ലൈറ്റ് കത്തിയിരുന്നു. അത് മതിയായ തെളിവല്ലേ? അവിടെ ആൾ പോകുന്നുണ്ട് എന്നുള്ളതിന് മതിയായ തെളിവാണല്ലോ. ലൈറ്റ് ഉണ്ട്. പിന്നെ കുട്ടികൾ പറയുന്നുണ്ട്,
അതൊന്നും കെയർ ചെയ്യാതെ ഈ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക ചെയ്തത് ആരോഗ്യ മന്ത്രി ചെയ്തത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നവർ ഉപേക്ഷിച്ച വൈദികമാണ്, യാതൊരു കുഴപ്പമില്ല, നിസ്സാര പരിക്കേ ഉള്ളൂ, എല്ലാം ഓക്കെയാണ് എന്നും പറഞ്ഞ് പോയി. ഇതാണ് ഉണ്ടായത്. ഇത് വളരെ നിരുത്തരവാദമായ സമീപനമാണ്. അതുകൊണ്ടാണ് UDF ആവശ്യപ്പെട്ടത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച് ചാണ്ടി ഉമ്മൻ MLA. 5 ലക്ഷം രൂപയാണ് ചാണ്ടി ഉമ്മൻ പ്രഖ്യാപിച്ചത്. ഈ തുക ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനാണ് നൽകുക. നേരത്തെ സർക്കാർ ധനസഹായം നൽകുമെന്ന് മന്ത്രി VN വാസവൻ പ്രഖ്യാപിച്ചിരുന്നു. സംസ്കാര ചടങ്ങിനായി 50,000 രൂപയും നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചാണ്ടി ഉമ്മന്റെയും ധനസഹായ പ്രഖ്യാപനം. അപകടം നടന്നയുടൻ ചാണ്ടി ഉമ്മൻ സ്ഥലത്തെത്തിയിരുന്നു. പിന്നീട് രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നടന്നത് ചാണ്ടി ഉമ്മന്റെയും പ്രതിഷേധത്തെ തുടർന്നാണ്. 12 വർഷമായി ബലക്ഷയമുള്ള കെട്ടിടമാണ് വ്യാഴാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്നതെന്ന് പ്രിൻസിപ്പൽ വർഗീസ് P. പൊന്നൂസ്. ചെറിയ രീതിയിൽ കോൺക്രീറ്റ് പാളികൾ വീഴുമായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ പണികൾ പൂർത്തിയാക്കാത്തതിനാലാണ് പുതിയ കെട്ടിടത്തിലേക്ക് സർജിക്കൽ ബ്ലോക്ക് മാറ്റാതെയിരുന്നെന്നും പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വീണ്ടും നിപ്പ. പാലക്കാട് സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുമായി സമ്പർക്കമുണ്ടായവരോട് നിരീക്ഷണത്തിൽ പോകാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിപ്പ സ്ഥിരീകരിച്ചതോടെ തച്ചനാട്ടുകര, കരിമ്പുഴ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. ഇരു പ്രദേശങ്ങളിലെയും ചില വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിച്ചു. രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിച്ച പാലക്കാട് സ്വദേശിനിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ച ഫലം പോസിറ്റീവായി. കോഴിക്കോട് ബയോളജി ലാബിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നിപ്പ പോസിറ്റീവായിരുന്നു. പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലാണ് രോഗി ചികിത്സയിൽ കഴിയുന്നത്. രോഗിയുമായി സമ്പർക്കമുണ്ടായിരുന്നവരുടെ നിരീക്ഷണത്തിൽ പോകാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിപ്പ സാഹചര്യത്തിൽ പാലക്കാട് തച്ചനാട്ടുകരയിലെയും കരിമ്പുഴയിലെയും ചില വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകളും കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡുകളുമാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് 2 നിപ്പ കേസുകളുമായി ബന്ധപ്പെട്ട് 3 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം. പാലക്കാട്, മലപ്പുറം ജില്ലകളിലുള്ളവർക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് 2 നിപ്പ കേസുകളുമായി ബന്ധപ്പെട്ട 3 ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം. പാലക്കാട്, മലപ്പുറം ജില്ലകളിലുള്ളവർക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. മലപ്പുറം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നടത്തിയ പരിശോധനയിൽ ഇരുവർക്കും നിപ്പ സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിപ്പ സ്ഥിരീകരണത്തിനായി സാമ്പിളുകൾ അയക്കുകയായിരുന്നു. ഇതിൽ പാലക്കാട് സ്വദേശിനിയുടെ സ്രവ സാമ്പിൾ നില പോസിറ്റീവ് സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശിയുടെ സ്രവ സാമ്പിൾ പരിശോധനാ ഫലം വന്നിട്ടില്ല. സ്ഥിരീകരണം വരുന്നതിന് മുൻപ് തന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രതിരോധ നടപടികൾ ശക്തമാക്കാനാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നത്. 26 കമ്മിറ്റികൾ വീതം 3 ജില്ലകളിൽ രൂപീകരിച്ചിട്ടുണ്ട്. പോലീസിന്റെ കൂടി സഹായത്തോടെയാണ് സമ്പർക്ക പട്ടിക തയ്യാറാക്കും. സ്റ്റേറ്റ് ഹെൽപ്പ് ലൈനും ജില്ലാ ഹെൽപ്പ് ലൈനും ഉണ്ടാകും. 2 ജില്ലകളിൽ ജില്ലാതലത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിക്കും. ഒരാളെയും വിട്ടുപോകാതെ കോൺടാക്ട് ട്രേസിംഗ് നടത്തണമെന്നും ഈ കാലയളവിൽ അസ്വാഭാവിക മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. M5 ന്യൂസ്, തിരുവനന്തപുരം. ഗവർണറുടെ അധികാരവും അധികാര പരിധികളും ഇനി സംസ്ഥാനത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ പഠിക്കും. ഇവ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ ഇന്ന് ചേർന്ന കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകി. സാമൂഹ്യശാസ്ത്ര വിഷയത്തിലെ അവസാന പാഠത്തിലാണ് ഗവർണറുടെ അധികാരങ്ങളും അധികാര പരിധികളും വിഷയമാകുക. ഗവർണർക്കെതിരായ സമീപകാല കോടതി വിധികളും പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തും. ഭാരതമാതാവിനെ പതാകയേന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരമെന്ന് ഹൈക്കോടതി. സർവകലാശാലയിൽ പ്രകോപനപരമായ എന്ത് ചിത്രമാണ് പ്രദർശിപ്പിച്ചതെന്നും മറുപടി നൽകുന്നില്ലല്ലോ എന്നും കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ അഭിഭാഷകനോട് കോടതി ചോദിച്ചു. ജസ്റ്റിസ് N നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് വിമർശനം. ഹിന്ദു ദേവതയുടെ ചിത്രമാണ് പ്രദർശിപ്പിച്ചതെന്ന് രജിസ്ട്രാറുടെ അഭിഭാഷകൻ മറുപടി നൽകി. അതേസമയം KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. തലസ്ഥാനത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ മെത്താംഫെറ്റമിനുമായി 4 യുവാക്കൾ പിടിയിൽ. പള്ളിച്ചൽ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത്. ഇവർ ഉപയോഗിച്ച സ്കൂട്ടറും ഇവരുടെ 4 മൊബൈൽ ഫോണുകളും എക്സൈസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം പള്ളിച്ചാൽ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് തിരുവഞ്ചൂർ സ്വദേശികളായ അച്യുതൻ നമ്പൂതിരി, വിഘ്നേഷ്, തൈക്കാട് സ്വദേശി അർജുൻ, കൈതമുക്ക് സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവരെ നെയ്യാറ്റിൻകര എക്സൈസ് പിടികൂടിയത്. ഇവർ ഉപയോഗിച്ച സ്കൂട്ടറും ഇവരുടെ 4 മൊബൈൽ ഫോണുകളും എക്സൈസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. നെയ്യാറ്റിൻകര എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രിവന്റ് ഓഫീസർ രതീഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനീഷ്,
ലാൽകൃഷ്ണ, വിനോദ്, പ്രസന്നൻ, അൽതാഫ്, അഖിൽ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വിഷ്ണുശ്രീ എന്നിവരും പങ്കെടുത്തു. M5 ന്യൂസ്, തിരുവനന്തപുരം. സ്കൂൾ പരിസരങ്ങളിലെ ആക്രമണങ്ങൾ, അനധികൃത വാഹന ഉപയോഗം, ലഹരി ഉപയോഗം എന്നിവ തടയുന്നതിനായി ഓപ്പറേഷൻ ലാസ്റ്റ് ബെൽ എന്ന പേരിൽ പ്രത്യേക പരിശോധനയുമായി മലപ്പുറം ജില്ലാ പോലീസ്. ഇതേവരെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട നിയമലംഘനത്തിന് 50 പേർക്കെതിരെ കേസെടുത്തു. ഇതിൽ 36 കേസുകളും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ നൽകിയതിന് രക്ഷിതാക്കൾക്കെതിരെ എടുത്ത കേസുകളാണ്. സ്കൂൾ വിട്ടതിനു ശേഷം വിദ്യാർത്ഥികൾ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിലും മറ്റും സംഘടിച്ച വിവിധ ഗ്രൂപ്പുകളിലായി തിരിഞ്ഞ് അക്രമാസക്തമാവുകയും പൊതുജനങ്ങൾക്ക് ശല്യമാവുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക പരിശോധനയ്ക്ക് തുടക്കമിട്ടത്. ഇതുവരെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട നിയമലംഘനത്തിന് 50 പേർക്കെതിരെ കേസെടുത്തു. ഇതിൽ 36 കേസുകളും പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ നൽകിയതിന് രക്ഷിതാക്കൾക്കെതിരെ എടുത്ത കേസുകളാണ്. വിവിധ സ്റ്റേഷനുകളിലായി 200 വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഹൈസ്കൂൾ മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളാണ് പരിശോധനയിൽ പോലീസ് പിടിയിലായത്. മതിയായ രേഖകളില്ലാതെ വാഹനം ഓടിച്ചതിനും നിയമവിരുദ്ധമായി രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ ഓടിച്ചതിനുമായി 14 വിദ്യാർത്ഥികൾക്കെതിരെയും കേസുണ്ട്. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് വാഹനം നൽകിയ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പരിശോധനകൾ വരും ദിവസങ്ങളിൽ തുടരും. M5 ന്യൂസ്, മലപ്പുറം. കുറ്റകരമായ രീതിയിൽ വാഹനമോടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച ഡ്രൈവറുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് ബാധ്യതയില്ലെന്ന് ആവർത്തിച്ച് സുപ്രീം കോടതി. അതിസാഹസികത കൊണ്ടുണ്ടാകുന്ന വാഹനാപകട മരണങ്ങൾക്ക് നഷ്ടപരിഹാരം ഉണ്ടാകില്ലെന്നും സുപ്രീം കോടതി അറിയിച്ചു. അശ്രദ്ധവും അപകടകരവുമായ രീതിയിലുള്ള വാഹനമോടിക്കൽ, വാഹനം കൊണ്ടുള്ള അഭ്യാസ പ്രകടനം എന്നിവയ്ക്കിടെ മരിച്ചാൽ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാവില്ലെന്ന് ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നഷ്ടപരിഹാരം തേടിയുള്ള ഹർജി തള്ളിയ കർണാടക ഹൈക്കോടതിയുടെ വിധി ശരിവെച്ചാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. 2014 ജൂൺ 18 കർണാടകയിൽ വാഹനാപകടത്തിൽ മരിച്ച NS രവീഷയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യമാണ് തള്ളിയത്. ഗതാഗത നിയമങ്ങൾ ലംഘിച്ച അതിവേഗത്തിൽ അശ്രദ്ധമായാണ് രവീഷ വാഹനമോടിച്ചതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വാഹനം റോഡിൽ കീഴ്മേൽ മറിഞ്ഞു. പ്രതിമാസം 3 ലക്ഷം രൂപ വരുമാനമുള്ള കോൺട്രാക്ടറാണ് രവീഷയെന്നും അതിനാൽ 80 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നുമാണ് മോട്ടോർ വാഹനാപകട ട്രിബ്യൂണലിന് മുൻപാകെ കുടുംബം ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ആവശ്യം തള്ളിയാണ് സുപ്രീം കോടതി സുപ്രധാനമായ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വാഹനമോടിച്ചയാൾ വരുത്തിവെച്ച അപകടത്തിന്റെ പേരിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ മരണപ്പെട്ടയാളുടെ ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കും അർഹതയില്ലെന്ന് സുപ്രീം കോടതി അറിയിച്ചു. വാഹനമോടിച്ചിരുന്ന ആളുടെ ഭാഗത്തുനിന്നുണ്ടായ കുഴപ്പമില്ലാതെ മറ്റൊരു കാരണങ്ങളും ഈ അപകടത്തിൽ കാണാൻ സാധിക്കില്ലെന്നും സുപ്രീം കോടതി വിലയിരുത്തി. ടയർ പൊട്ടിത്തെറിച്ചാണ് വാഹനം മറിഞ്ഞതെന്നായിരുന്നു കുടുംബം ഉന്നയിച്ച വാദം. എന്നാൽ രവീഷ അതിസാഹസ്യമായി വാഹനം ഓടിച്ചതുകൊണ്ടുണ്ടായ അപകടമാണെന്നായിരുന്നു പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന ട്രിബ്യൂണൽ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ തള്ളിയിരുന്നു. പിന്നീട് കർണാടക ഹൈക്കോടതിയും ഈ ഹർജി തള്ളിയിരുന്നു. M5 ന്യൂസ്, ഡൽഹി. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് BJP ഒരു വനിതയെ പരിഗണിക്കുന്നുവെന്ന് സൂചന. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, D. പുരന്ദേശ്വരി, വാനതി ശ്രീനിവാസൻ എന്നിവരാണ് പരിഗണനയിലുള്ളത് എന്നാണ് സൂചന. RSSും ഈ തീരുമാനത്തിന് പച്ചക്കൊടി കാട്ടിയതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 6 വരിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി കുറ്റിപ്പുറത്ത് നിർമ്മിച്ച പുതിയ റെയിൽവേ മേൽപ്പാലത്തിന്റെ കോമ്പോസിറ്റ് ഗർഡർ സ്ഥാപിക്കൽ നടപടികൾ വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ തുടങ്ങിയെങ്കിലും വൈകാതെ നിർത്തി. രാത്രി 10 മുതൽ 11:30 വരെയും 11:30 മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ 2:15 വരെയുമായി 2 ഭാഗങ്ങളായി 3 മണിക്കൂർ 45 മിനിറ്റാണ് ഗർഡർ സ്ഥാപിക്കാൻ റെയിൽവേ കരാർ കമ്പനിയായ KNRLCക്ക് അനുവദിച്ചിരുന്നത്. കുറ്റിപ്പുറം 6 വരിപ്പാതയിൽ കുറ്റിപ്പുറം റെയിൽവേ ലൈനിന് മുകളിൽ മേൽപ്പാലത്തിന് കോമ്പോസിറ്റ് ഗർഡർ സ്ഥാപിക്കുന്ന ജോലികൾക്ക് ഇന്നലെ രാത്രി വൈകി തുടക്കമായി. നിശ്ചിത സമയത്ത് തന്നെ ഗർഡർ സ്ഥാപിക്കുന്ന പണി തുടങ്ങി. ഹൈഡ്രോളിക് ജാക്കികൾ ഉപയോഗിച്ച് വലിക്കുന്നതിനിടയിൽ സ്പോർട്ടിംഗ് പ്ലേറ്റുകൾക്ക് തകരാറുണ്ടായതിനാൽ ജോലികൾ തടസ്സപ്പെട്ടു. വെള്ളിയാഴ്ച പുലർച്ചെ 12 വരെ 10 മീറ്ററോളം മാത്രമാണ് ഗർഡർ മുന്നോട്ട് നീങ്ങിയത്. അതോടെ തൽക്കാലം ശ്രമം അവസാനിപ്പിച്ചു. റെയിൽവേ പാലക്കാട് ഡിവിഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും കരാർ കമ്പനിയുടെ പ്രധാന ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു. റെയിൽവേ മേൽപ്പാലത്തിന്റെ റെയിൽ പാതയ്ക്ക് മുകളിലൂടെ കടന്നുപോകുന്ന ഭാഗത്ത് സ്ഥാപിക്കുന്ന ആകൃതിയിലുള്ളതാണ് കോമ്പോസിറ്റ് ഗർഡർ. കോമ്പോസിറ്റ് ഗർഡറിന് 63.7 മീറ്റർ നീളവും 16 മീറ്റർ വീതിയുമാണുള്ളത്. നിലവിലെ റെയിൽ പാതയ്ക്ക് മുകളിൽ 7 മീറ്റർ ഉയരത്തിലാണ് ഗർഡർ സ്ഥാപിക്കുക. കോമ്പോസിറ്റ് ഗർഡർ റെയിൽവേയുടെ കീഴിലുള്ള ലക്നൌവിലെ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ വിഭാഗവും റെയിൽവേയുടെ ചെന്നൈ ആർക്കോണത്തുള്ള സുരക്ഷാ വിഭാഗവും പരിശോധന നടത്തിയതിനു ശേഷം അവസാനവട്ട പരിശോധന 3 ആഴ്ച മുൻപാണ് നടന്നത്. ഗർഡർ സ്ഥാപിച്ചു കഴിഞ്ഞ ശേഷമേ മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യൂ. സ്റ്റീലും കോൺക്രീറ്റും സമ്മിശ്രമായി ഉപയോഗിച്ചാണ് കോമ്പോസിറ്റ് ഗർഡർ നിർമ്മിച്ചിരിക്കുന്നത്. കോമ്പോസിറ്റ് ഗർഡറിന്റെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന
ഭാഗമാണ് കോൺക്രീറ്റിൽ നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങളെല്ലാം സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോമ്പോസിറ്റ് ഗർഡർ സ്ഥാപിച്ച ഭാഗത്ത് മാത്രം 3 വരി പാതയാണുള്ളത്. ഈ സമയങ്ങളിൽ ഇതുവഴി കടന്നു പോകുന്നത് മാവേലി എക്സ്പ്രസ്, വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് ഭാവ്നഗർ എക്സ്പ്രസ് എന്നീ തീവണ്ടികളായിരുന്നു. മാവേലി എക്സ്പ്രസ് 125 മിനിറ്റും വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് 105 മിനിറ്റും യാത്രയ്ക്കിടയിൽ പിടിച്ചിട്ടിരുന്നു. തിരുവനന്തപുരം നോർത്ത് ഭാവ്നഗർ എക്സ്പ്രസിന് കുറ്റിപ്പുറത്ത് സ്റ്റോപ്പില്ല. സമീപത്തെ റോഡിൽ വാഹന ഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. രാത്രി 10 മുതൽ വളാഞ്ചേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പോലീസ് ഇടവേളകളിട്ടാണ് നിലവിലെ റെയിൽവേ മേൽപ്പാലം വഴി കടത്തിവിട്ടിരുന്നത്. മിനി പമ്പ വഴി വരുന്ന വാഹനങ്ങളെല്ലാം ഹൈവേ ജംഗ്ഷൻ വഴി തിരൂർ റോഡിലൂടെയാണ് കടത്തിവിട്ടത്. M5 ന്യൂസ്, മലപ്പുറം. ട്രെയിനിലെ ശുചിമുറിയിൽ യുവതിയുടെ ഫോൺ നമ്പർ എഴുതി വെച്ചെന്ന പരാതി. വളാഞ്ചേരി സ്വദേശിനിയുടെ നമ്പറാണ് എഴുതി വെച്ചത്. നിരന്തരം അശ്ലീല ഫോൺ കോളും സന്ദേശവും ഫോണിലേക്ക് വരികയാണെന്നും ജീവിതം പൊറുതിമുട്ടിയെന്നും പരാതിക്കാരി പറയുന്നു. ട്രെയിനിലെ ശുചിമുറിയിൽ യുവതിയുടെ ഫോൺ നമ്പർ എഴുതി വെച്ചതായാണ് പരാതി. പരാതി ലഭിച്ചതോടെ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വളാഞ്ചേരി സ്വദേശിനിയായ യുവതിയാണ് പരാതി നൽകിയത്. ട്രെയിനിൽ ശുചിമുറിയിൽ എഴുതിവെച്ച ഫോൺ നമ്പർ കണ്ടാണ് നിരന്തരം അശ്ലീല കോളുകളും മെസ്സേജുകളും വരാൻ തുടങ്ങിയതെന്നും പരാതിയിൽ പറയുന്നു. ആദ്യം കാര്യമാക്കിയില്ലെങ്കിലും ശല്യം ഏറിയതോടെ സൈബർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഒരു യാത്രക്കാരനാണ് നമ്പർ ട്രെയിനിലെ ശുചിമുറിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഇവരെ അറിയിച്ചത്. അതുവരെ ആളുകൾക്ക് തന്റെ നമ്പർ കിട്ടിയത് എങ്ങനെയാണെന്ന് യുവതിക്ക് മനസ്സിലായിരുന്നില്ല. വ്യക്തിവൈരാഗ്യമുള്ളവരാണ് ഈ പ്രവൃത്തി ചെയ്തതെന്ന് യുവതി ആരോപിച്ചു. സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്ത വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം സൈബർ ആക്രമണങ്ങൾ വ്യക്തി ജീവിതത്തിൽ വലിയ മാനസിക ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നതെന്നും നമ്പർ എഴുതി വെച്ചവരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. M5 ന്യൂസ്, മലപ്പുറം. രാജ്യത്ത് 1 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ഇടപാടുകൾക്ക് അംഗീകാരം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ് വിവിധ ആയുധങ്ങൾ വാങ്ങാൻ അനുമതി നൽകിയത്. കവചിത വാഹനങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം, കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ എന്നിവയടക്കം വാങ്ങുന്ന പദ്ധതിയാണ് സാധ്യമാകുന്നത്. പടക്കോപ്പുകളും വാഹനങ്ങളും ആഭ്യന്തരമായാണ് വാങ്ങുക. പടക്കപ്പലുകളെ വിവിധ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനാവുന്ന സംവിധാനവും പുതിയ പദ്ധതിയുടെ ഭാഗമായി വാങ്ങും. കര, നാവിക, വ്യോമസേനകൾക്കായാണ് ആയുധ ഇടപാട് നടക്കുക. ആയുധങ്ങൾ വാങ്ങാൻ അനുമതി നൽകിയ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൽ പ്രധാനമായും 10 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വന്നത്. ഈ മുഴുവൻ നിർദ്ദേശങ്ങളും അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ആയുധ സംഭരണം ഇന്ത്യൻ കമ്പനികളിൽ നിന്നാണെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, M5 ന്യൂസ്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ തുടരുന്ന VSന്റെ ഡയാലിസിസ് ചികിത്സ തുടങ്ങി. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ചികിത്സ ആരംഭിച്ചിരിക്കുന്നതെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കി. തീവ്രപരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഹൃദയാഘാതത്തെ തുടർന്ന് 11 ദിവസം മുൻപാണ് VSനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. CPM ജനറൽ സെക്രട്ടറി MA ബേബി കഴിഞ്ഞ ദിവസം VSനെ സന്ദർശിച്ചു. VS അച്യുതാനന്ദൻ ഗുരുതരാവസ്ഥയിൽ തുടരുന്നുവെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നത് പ്രതീക്ഷ നൽകുന്നുവെന്നുമായിരുന്നു MA ബേബിയുടെ പ്രതികരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കൾ ആശുപത്രിയിലെത്തി VS അച്യുതാനന്ദനെ സന്ദർശിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി വീണ്ടും അമേരിക്കയിലേക്ക്. ഇന്ന് അർദ്ധരാത്രിയോടെ ദുബായ് വഴിയാണ് അമേരിക്കയിലേക്ക് പോവുക. ചികിത്സയുടെ ഭാഗമായി ഒരാഴ്ചയോളം അമേരിക്കയിൽ കഴിയുമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ അമേരിക്കയിൽ ചികിത്സ നടത്തിയിരുന്ന മുഖ്യമന്ത്രി തുടർ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായാണ് വീണ്ടും പോകുന്നത്. സംവിധായകൻ വിഘ്നേഷ് ശിവനും നയൻതാരയ്ക്കുമെതിരെ സമൂഹമാധ്യമങ്ങളിൽ കടുത്ത ഭാഷയിൽ വിമർശനം. പോക്സോ കേസ് പ്രതിയും കൊറിയോഗ്രാഫറുമായ ജാനി മാസ്റ്ററുമായി പുതിയ സിനിമയിൽ പ്രവർത്തിക്കുന്നതിനെതിരെയാണ് വിമർശനം. സംവിധായകൻ വിഘ്നേഷ് ശിവനും നയൻതാരയ്ക്കുമെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കടുത്ത വിമർശനം ഉയരുകയാണ്. 2024 സെപ്റ്റംബറിൽ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് പോക്സോ കേസിൽ ജാനി മാസ്റ്റർ അറസ്റ്റിലായിരുന്നു. കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ ജാനി മാസ്റ്ററുടെ പേരിൽ പ്രഖ്യാപിച്ച ദേശീയ ചലച്ചിത്ര പുരസ്കാരവും റദ്ദാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ ലവ് ഇൻഡ്യൂഷൻസ് കമ്പനിയുടെ കൊറിയോഗ്രാഫർ ജാനി മാസ്റ്ററാണ്. ജാനി മാസ്റ്റർ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വിഘ്നേഷ് ശിവനോടൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുമുള്ള ഒരു ഫോട്ടോയും വീഡിയോയും പങ്കുവച്ചതോടെയാണ് വിമർശനങ്ങൾ ഉയരുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, M5 ന്യൂസ്. കാലാവസ്ഥ.
സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യത. ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിങ്കളാഴ്ച വരെ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശനിയാഴ്ച എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബിന്ദുവിന് കണ്ണീരോടെ വിട നൽകി നാട്. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഉറ്റവരും ഉടയവരും അടക്കം നിരവധി പേരാണ് ബിന്ദുവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. ബിന്ദുവിന്റെ മരണം. ആരോഗ്യമന്ത്രിക്കെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ തെരുവിലിറങ്ങി. തലസ്ഥാനത്ത് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് വിവിധ സംഘടനകളുടെ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേരളത്തിൽ വീണ്ടും നിപ്പ. പാലക്കാട് സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുമായി സമ്പർക്കമുണ്ടായവരോട് നിരീക്ഷണത്തിൽ പോകാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ഗവർണറുടെ അധികാരവും അധികാരപരിധികളും ഇനി സംസ്ഥാനത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ പഠിക്കും. ഭാരതമാതാവിനെ പതാകയേന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരമെന്ന് ഹൈക്കോടതി. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.